ഹലോ, ഇന്ന് നമ്മുടെ ടൈനി സ്കെച്ച് ബുക്കിൽ ഒരു കുഞ്ഞ് പെയിൻറ്റിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ബേർഡാണ് റോബിൻ ബേർഡ്. നല്ല രസമല്ലേ, കുഞ്ഞാണ് കാണാനായിട്ട്, അതുപോലെ തന്നെ നല്ല കളർഫുള്ളും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ബേർഡിനെ കാണാനും ഫോട്ടോസൊക്കെ നോക്കാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ റോബിൻ ബേർഡിനെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ബിഗിനേഴ്സ് ആണെങ്കിലും ഈ ഒരു പ്രോസസ്സ് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് എന്താ പറയുക, അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 ബ്രഷ് കൊണ്ട്, കുറച്ചൊരു ചെറിയ ബ്രഷും ഒരു വലിയ ബ്രഷും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറേ അധികം കുഞ്ഞു പോയിൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വരക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഇതുപോലെ തന്നെ കളേഴ്സ് കൊണ്ട് തന്നെ ആ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒത്തിരി എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടൊന്നും അല്ല നമ്മളിത് ചെയ്യുന്നത്, എങ്കിൽ പോലും ബേർഡിൻ്റെ ആ ഒരു ഫെദറും കണ്ണും ഒക്കെ നമുക്ക് ബ്രഷ് കൊണ്ട് തന്നെ ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അക്രിലിക് കളേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ബ്ലേർഡ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ 2-3 കളേഴ്സ് ബ്ലെൻഡ് ചെയ്ത് വരുന്ന രീതിയിൽ ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കളർ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ അടുത്ത കളർ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു റൗണ്ടിൽ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത് ബ്ലേർഡായിട്ട് അതിലിങ്ങനെ ബ്ലെൻഡായിട്ട് കാണും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു കളർ ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത കളർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മീതെ കൊടുത്ത കളർ ഏതാണോ അത് മാത്രമായിരിക്കും ഇങ്ങനെ എടുത്ത് കാണുന്നത്, രണ്ടും കൂടി ബ്ലെൻഡായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ റോബിൻ ബേർഡിൻ്റെ ആ ഒരു തൂവലിന് കുറച്ച് ബ്രൗൺ ഷെയ്ഡ് കൂടി ഉണ്ട് പുറമേ ഉള്ള ചിറകിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ ആ ബ്രൗൺ ഷെയ്ഡിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്കും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറിയ ബ്രഷ് കൊണ്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ആദ്യം ഒന്ന് ബേസായിട്ട് കൊടുക്കാനായിട്ട് അത്ര ചെറിയ ബ്രഷ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിലിംഗ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ തീരെ ചെറിയ ബ്രഷും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന ഓർഡറിൽ എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു കൃത്യമായിട്ട് പെർഫെക്റ്റ് ഓർഡറിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കളേഴ്സൊക്കെ ഉണങ്ങി പോകാത്ത രീതിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നേ ഉള്ളൂ. ഈ കുഞ്ഞു ബുക്കിൽ ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്ക് ഒരുപാട് നേരം അത് ചെയ്തിരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിലും കുറേ ഡീറ്റെയിലിംഗ് ആയിട്ട് കാര്യങ്ങൾ കൊടുക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടി വലിയ ഒരു ക്യാൻവാസിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ ഒക്കെ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞു ഡീറ്റെയിൽസ് കൂടി കൊടുത്ത് അതിനെ പെർഫെക്റ്റ് ആക്കി കുറച്ചുകൂടി റിയലിസ്റ്റിക് ഇഫക്റ്റ് കൊണ്ടുവരാനായിട്ടൊക്കെ പറ്റും. ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ ഈ ബേർഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് താഴെയുള്ള മരച്ചില്ല, അത് ഇഷ്ടമുള്ള ഷേപ്പിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇന്നത് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. വേണമെങ്കിൽ താഴെ കല്ലുകൾ പോലെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ നിലമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മരത്തിന് ചില്ല വരച്ചു കൊടുക്കാം. അതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള കാര്യം. ഏറ്റവും അവസാനം ആ ബേർഡിൻ്റെ കണ്ണ് കൂടി ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളറിൽ കണ്ണ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ചെറുതായിട്ട് ഒരു വൈറ്റും അതുപോലെ തന്നെ കുറച്ച് ബ്ലാക്ക് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് ഒരു തിളക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ണുകൾ നല്ല തിളങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യും. ശരിക്കും റോബിൻ ബേർഡിൻ്റെ കണ്ണുകൾ നല്ല തിളക്കമുള്ള കണ്ണുകളാണ്, നല്ല ബ്ലാക്ക് കളറാണ്. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് തിളങ്ങും. അപ്പോൾ ആ തിളക്കം കാണിക്കാനായിട്ട് നമ്മൾ വൈറ്റ് പെയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്യുവർ വൈറ്റ് എടുക്കണ്ട, വൈറ്റിൽ കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് മാത്രമായിട്ട് ഇങ്ങനെ കാണും. പിന്നെ അതുപോലെ തന്നെ ബേർഡിൻ്റെ തൂവലുകളും നമുക്ക് കുറച്ചൊരു റെഡ് ടോൺ ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഷെയ്ഡ്, പല ഷെയ്ഡ് ഇങ്ങനെ മാറി വരുമ്പോൾ അത് കാണാനായിട്ട് കുറച്ചുകൂടി ഡെപ്ത് ഉള്ള പോലെ ഫീൽ ചെയ്യും. പിന്നെ താഴെ ഭാഗത്തുള്ള തൂവലുകളും നമ്മൾ കുറച്ചൊരു യെല്ലോയിഷ് ടച്ചൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഏറ്റവും അവസാനം വൈറ്റ് കൊണ്ടൊന്ന് സ്ട്രോക്സ് പോലെ കൊടുക്കുന്നുണ്ട്, ഒരു തൂവലിൻ്റെ തിളക്കം ഫീൽ ചെയ്യാനായിട്ട്. പിന്നെ ഈ കാല് വരക്കുമ്പോൾ അത് കൃത്യമായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത്രയും ഭാഗം ആയപ്പോഴേക്കും പിന്നീട് ഞാനത് ബാക്കി ഭാഗം ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. അതെന്തോ ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നണം, അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയില്ല. അപ്പോൾ അത് ഈ അവസാനം കാണിക്കുന്ന പിക്ചറിലൊന്ന് നോക്കിയിട്ട് നിങ്ങളതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലെ ഏതെങ്കിലും കുഞ്ഞ് ബേർഡ് പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്ങോ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.